തിരുവനന്തപുരത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി നടത്തിയ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയിൽ വെള്ളറടയിലെ കോൺഗ്രസ് ഭരണസമിതി 2.79 കോടിയുടെ തട്ടിപ്പാണ് നടത്തിയത്. തൊഴിലുറപ്പ് ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. ക്രമക്കേട് കണ്ടെത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് വി അനൂപ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണമുള്ള ത്രിതല പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റു പഞ്ചായത്ത് ഭരണമുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും കോൺഗ്രസിന്റെ ഭരണകൂടം ഒരിക്കൽ അധികാരത്തിൽ വന്നാൽ പിന്നൊരിക്കലും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള അഴിമതികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത്. അഴിമതി നടത്തിയ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ ശക്തമായ തുടർ പ്രക്ഷോഭത്തിനാണ് ഡിവൈഎഫ്ഐ ഒരുങ്ങുന്നത്. കൊടിയ അഴിമതിയാണ് നിലവിൽ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നിരന്തരമായി തൊഴിലുറപ്പ് മേഖലയിൽ അനാവശ്യമായി ഒരുപാട് ഫണ്ട് തട്ടിക്കുകയും ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണമാണ് വെള്ളറട പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി അതിശക്തമായ സമരം തന്നെ ഡിവൈഎഫ്ഐ വെള്ളറട ബ്ലോക്ക് കമ്മിറ്റിയും വെള്ളറട പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പനച്ചമൂട് നിന്ന് ആരംഭിച്ച മാർച്ചിന് ഡിവൈഎഫ്ഐ നേതാക്കൾ നേതൃത്വം നൽകി. പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. CPIM നേതാക്കളായ TL രാജ്, S പ്രദീപ്, പനച്ചമൂട് ഉദയൻ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.